2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിക്കാരായ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അഴിമതിക്കാരായ ജനപ്രതിനിധികൾ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കുട്ടമ്പുഴ അഗ്രികൾച്ചർ റൂറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് രൂപ കണക്കില്ലാതെ തട്ടിയെടുത്തെന്നാണ് പരാതി. പണം തട്ടാൻ കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കണമെന്നാണ് LDF മെമ്പർമാരായ ബിനോഷ് നാരായണൻ, ഗോപി ബദറൻ, ഡെയ്സി ജോസി, മിനി മനോഹരൻ, ആലിസ് സിബി, ഷീല രാജീവ്, ഷീജ ബിജു എന്നിവർ ധർണ നടത്തിയത്. അതേ ജോഷി പൊട്ടക്കൻ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഭരണ ചുമതല ഇരുന്നുകൊണ്ട് ഈ കാർഷിക ബാങ്ക് ഏതാണ്ട് 2 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഒരു നിക്ഷേപകൻ 70 ലക്ഷം രൂപ അദ്ദേഹം ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആൽവിൻ. ആൽവിൻ ഈ തുക തിരികെ ചോദിച്ചപ്പോൾ ആ പണം അവിടെ പകരം ആൽവിന് കേൾക്കാൻ കഴിയുന്നത് ആ ബാങ്കിനുള്ളിൽ ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, 10 പൈസയില്ല. ഏതാണ്ട് പ്രേതാലയം പോലെയാണ് അതിന്റെ ഉള്ളില് കിടക്കുന്നതെന്ന് പറയുന്നത്. ഈ ആൽവിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു CPM കാരനോ CPI കാരനോ ജനതാദളാരനോ അല്ല. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയാം. ആൽവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ പരാതിക്കാരൻ. ഗ്രാമപഞ്ചായത്ത് അംഗം ഡെയ്സി ജോയി അധ്യക്ഷത വെച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. CPM കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി KT പൊന്നച്ചൻ, CPI താലൂക്ക് അസോസിയേഷൻ സെക്രട്ടറി TC ജോയി, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, LDF നേതാക്കളെ പൗലോസ് വട്ടാട്ടുപാറ, AP വാവച്ചൻ, വിനോദ് KM തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. 1.5 കോടി രൂപയിലധികം ഡെപ്പോസിറ്റ് സ്വീകരിച്ചു. 10,000, 30,000, 40,000 രൂപ ലോൺ കൊടുത്തു. ബാക്കി ഇവരെടുത്തു. ഇവരാഘോഷമായി കാറ് പിടിച്ചും ഓഫീസ് പണിതും ഒക്കെ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തിയൊക്കെ സുഖമായി ഇങ്ങനെ വാഴുകയാണ്. ഇവിടെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാ കാര്യത്തിലും 10 ജനം കൂടുന്നിടത്തും, സർവകക്ഷി യോഗങ്ങൾ വിളിക്കുന്നിടത്തും, പഞ്ചായത്ത് കമ്മിറ്റിക്കകത്തും, ഗ്രാമസഭകൾ വിളിക്കുന്നിടത്തൊക്കെ വലിഞ്ഞു കയറി അവിടെ ചെന്ന് നിയമം, ചട്ടം, ഫയല്. ഈ ഫയലെന്നുള്ള നിരന്തരമായ പ്രയോഗം അടുത്ത കുറച്ചുകാരായിട്ട് കേൾക്കുന്നില്ല. ഫയലുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായ ഒരാളാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹം എല്ലാ കാര്യവും അറിയാതെ ഒരു കാര്യം നടത്താൻ സമ്മതിക്കില്ല പഞ്ചായത്ത്. നേരത്തെ 1-2 ഉദാഹരണങ്ങളോടെ പറഞ്ഞു. ഇവിടെ ഒരു ആദിവാസി സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ആദിവാസി ക്ഷേമത്തിന് മുൻഗണന കൊടുക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ജോഷി SMB സമ്മതിക്കില്ല. പ്രസിഡന്റ് എവിടെ പോയാലും, പ്രസിഡന്റ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ സ്റ്റേജിൽ ഒരു വശത്ത് ജോഷിയും ഒരു വശത്ത് സിബിയിരിക്കും. അദ്ദേഹത്തിന് ആവശ്യം വന്നപ്പോൾ പണമെടുക്കാൻ വന്നപ്പോൾ പണമില്ലാന്ന് കണ്ട് എന്തായാലും അവരെല്ലാം കൂടി ഓടിപ്പാഞ്ഞ കുട്ടമ്പുഴ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ ടൗണിലെ മിക്കവാറും അല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ എല്ലാം കയ്യിൽ നിന്ന് തപ്പിപ്പെറുക്കിയെടുത്താണ് 10 ലക്ഷം രൂപ കൊടുത്തത്. ബാക്കിയുണ്ടല്ലോ 64 ലക്ഷം അല്ലേ? ഒരു 30 ലക്ഷം പിൻവലിക്കാൻ വന്നപ്പോ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ല. അദ്ദേഹം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നു. അപ്പോഴാണ് തട്ടിപ്പിന്റെ രഹസ്യം പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വൻ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആരെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പണം സുരക്ഷിതമാണ്, അത് പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടിടുന്നത്. ഈ ആൽവിൻ മാത്രമാണ് ഇവിടെ പണമിട്ടിട്ടുള്ളതല്ല. ഇവിടെ സ്ഥിരം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് താൽക്കാലിക സെക്രട്ടറി, ഓണററി സെക്രട്ടറി ആക്കിയിരിക്കുന്ന അവരുടെ പണം തട്ടിയിട്ടില്ലേ? അവര് പണം പോകുന്നു, ഒപ്പം അവര് കേസിൽ പ്രതിയാകൂല്ലേ?
സഹകരണ വകുപ്പിന്റെ ആ നിയമം അനുസരിച്ച് അത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ മാത്രമല്ല അതിനകത്ത് കുറ്റം ചെയ്തെന്ന് അവർ മാത്രമല്ല പ്രതിയാകുന്നത്. അതിൽ 11 ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, 11 പേരും പ്രതിയാവും. അവർ പണവും പോയി അവർ പ്രതിയുമാകുന്ന സ്ഥിതിയാണെന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോഷ് നാരായണൻ സ്വാഗതവും ഷീല രാജീവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.